16ാം നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്നാണ്. ഇന്ന് രാവിലെ 9 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുക. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പാണ്, നമുക്കറിയാം. 102 സീറ്റുകൾ നിയമസഭയിലുണ്ട്. എന്നാൽ LDFിന് വേണ്ടി AC മൊയ്തീനും BJPക്ക് വേണ്ടി VB ഗോപകുമാറും, ചാത്തന്നൂരിൽ നിന്ന് ജയിച്ച BJPയുടെ നേതാവ് ഗോപകുമാറും മത്സരരംഗത്തുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ BJPയുടെ സാന്നിധ്യം കുറച്ചുകൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ 3 പേരെ ഉള്ളെങ്കിലും അവരും സ്പീക്കർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. 16ാം കേരള നിയമസഭയുടെ നാഥൻ ആര് എന്നുള്ളത് ഇന്നറിയാം. 9 മണിക്ക് പ്രോടൈം സ്പീക്കർ G സുധാകരൻ വോട്ടെടുപ്പ് നടത്തും എന്നുള്ളതാണ്. 9 മണിക്കാണ് നിയമസഭയ്ക്കുള്ളിൽ വെച്ച് വോട്ടെടുപ്പ് നടക്കുക. ഈ 16ാം കേരള നിയമസഭയുടെ ഒരു ചരിത്രം കുറിക്കുക കൂടിയാണ്. കാരണം BJP അടക്കം 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം 102 സീറ്റുകളുള്ള UDFിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ പോലും AC മൊയ്തീൻ LDFിനും അതുപോലെ തന്നെ NDAക്ക് BB ഗോപകുമാറും മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. BJP സ്ഥാനം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് 3 MLA-മാരാണെങ്കിലും 30 MLA-മാരുടെ ഫലം ചെയ്യുമെന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഇന്നെന്തായാലും നിയമസഭ പിരിയും. അതിനുശേഷം 29-ന് നയപ്രഖ്യാപന സമ്മേളനത്തിന് വേണ്ടി ഗവർണറുടെ നയപ്രഖ്യാപന സമ്മേളനത്തിന് വേണ്ടി സഭ വീണ്ടും ചേരുന്നതാണ്. അതിനുശേഷം 2-ാം തീയതിയാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. ഷാനിമോൾ ഉസ്മാനാണ് UDFിൽ നിന്ന് മത്സരിക്കുന്നത്. നമുക്കറിയാം അവർ തന്നെ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് LDFിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് സഭ ആരംഭിക്കുമ്പോൾ തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പും ആരംഭിക്കും.